Hi everyone, welcome back to our channel. ഗുഡ് മോർണിംഗ്. രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്ന അപ്പം തന്നെ ബ്ലൈൻഡ്സ് അപ്പ് ചെയ്ത് വെക്കേ. അപ്പം തന്നെ നല്ല വെളിച്ചം വരും കേട്ടോ അകത്തേക്ക്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ചൂടാറിയപ്പോൾ അതൊക്കെ വാട്ടർ ബോട്ടിലേക്ക് ആക്കി. അപ്പോഴേക്കും കൺമണിക്കുട്ടി എണീറ്റ് വന്നു കേട്ടോ. പൂ പറിക്കുന്നതാണ് കാണുന്നത്. കുഞ്ഞിലേ തുടങ്ങിയുള്ള ശീല. ഞങ്ങളുടെ ചെടിയിൽ പൂവുണ്ടെങ്കിൽ അത് കൺമണിക്കുട്ടി ഈശോപ്പയ്ക്ക് ഒരെണ്ണം കൊടുക്കും കേട്ടോ. രാവിലെ തന്നെ പ്രാർത്ഥിച്ച് കൺമണിക്കുട്ടി തന്നെയാണ് ഇപ്പോൾ റെഡി ആവുന്നതൊക്കെ. ഇന്ന് സ്കൂളിലേക്ക് ഞാൻ ലഞ്ച് ബോക്സ് മസാല ദോശയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ചോറ്റുപാത്രമെല്ലാം ഞാൻ സൈഡിലെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു കുട്ടി മസാല ദോശ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് അമ്മേ എനിക്കും മസാല ദോശ വേണം ലഞ്ചിനെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ തലേ ദിവസമേ മസാലയൊക്കെ രാത്രി റെഡിയാക്കി വെച്ചു. അപ്പോൾ രാവിലെ ഏത്തപ്പഴം പുഴുങ്ങിയതാണ് കേട്ടോ കൺമണിക്ക് കൊടുക്കുന്നത് കഴിക്കാനായിട്ട്. ഒക്കെ വരുവാണോടാ. ചെല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എൻ്റെ ശുന്തിരിമണി തന്നെ റെഡി ആയിട്ട് വരുന്നത് അല്ലേ. മസാല ദോശ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴേ ആൾക്കൊരു ചാഞ്ചാട്ടം. അമ്മ ഏത്തപ്പഴം വേണ്ട, എന്നാൽ മസാല ദോശ മതി എന്ന് പറഞ്ഞു രാവിലെ. അപ്പോൾ അങ്ങനെ കൺമണിക്കുട്ടിക്ക് ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് ഒരു മസാല ദോശ, ഒരു കുട്ടി മസാല ദോശ കൺമണിക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു കൊതിച്ചിപ്പാറു താഴെ അവിടെ വന്നിരിക്കുന്നുണ്ടോ. കൺമണിക്കുട്ടിയുടെ ഏത്തപ്പഴം അങ്ങനെ ഒരു കഷ്ണം എനിക്ക് വായിൽ വെച്ച് തന്നു. നല്ല ചൂട് മസാല ദോശ കൺമണിക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തു. ഒരു വായിൽ വെച്ച് കൊടുത്തിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു. തന്നെ കഴിച്ചോളും കേട്ടോ കൺമണിക്കുട്ടി. ഇങ്ങനെ മസാല ദോശയ്ക്ക് അങ്ങനെ വേറെ കറിയോ അങ്ങനെയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, ചട്നി സാമ്പാറൊന്നും കൊടുത്തില്ല. തന്നെയാണേലും കഴിച്ചോളും. ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ. പിന്നെ ആർക്കാലം ഇതുപോലെ ക്രിസ്പി ആയിട്ട് ചൂട് മസാല ദോശ ഉണ്ടാക്കി തന്നു കഴിഞ്ഞ് ഇഷ്ടപ്പെടാത്തത്. ഒരു വായി എനിക്കും തന്നു. അപ്പോൾ ഫസ്റ്റ് ബ്രേക്കും സെക്കൻഡ് ബ്രേക്കും എല്ലാം ഞാൻ കൺമണിക്കുട്ടിയുടെ ലഞ്ച് ബോക്സിലേക്ക് ആക്കി വെച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കൺമണിക്കുട്ടിയുടെ മുടി രണ്ടു വശത്തും പിന്നി കെട്ടിക്കൊടുത്തു. ആളിപ്പോൾ തന്നെ കെട്ടാനൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങി. ഇത്രയും ലെങ്തി ഹെയർ ആയതുകൊണ്ട് രാവിലെ കുറച്ച് പാടാണ്, കൂടുതൽ സമയം എടുക്കുക അവർ തന്നെ ചെയ്യുമ്പോൾ. പിന്നെ ഇന്ന് ഇംഗ്ലീഷിൻ്റെ സ്പെൽ ചെക്കും കൂടെ ആയിരുന്നു. അപ്പോൾ ആള് മുടി കെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രെയറൊക്കെ കഴിഞ്ഞ് ജാക്കറ്റൊക്കെ ഇടിയിച്ച് എല്ലാ ദിവസവും ഞാൻ ഇവിടെ നിന്ന് മാസ്കും ജാക്കറ്റും ഇടിയിച്ചിട്ടാണ് വിടുന്നത്. അറിയാലോ ഈ മഴക്കാലം ആവുമ്പം അസുഖങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമല്ലോ. പിന്നെ ബസ് വരുന്നത് വരെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പഠിക്കും. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് സ്പെൽ ചെക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ആ സൈഡ് വേർഡ്സൊക്കെ ഞാനൊന്ന് ഡിക്റ്റേഷൻ ഇടിയിപ്പിച്ച് നോക്കി. എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഒന്ന് ഓർത്തെല്ലാം കറക്റ്റായിട്ട് എഴുതണം കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. ബസ് താഴെ വരുന്നുണ്ടല്ലോ. ഞങ്ങൾ സ്റ്റെപ്സ് ഒക്കെ കയറി തന്നെയാ പഠിച്ചേക്കണേ. ഓക്കോ ബൈ, ഹാവ് എ ഗുഡ് ഡേ ചക്കടു. ഐ ലവ് യു. ബൈ കിയ. ബൈ. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം വളരെ സിമ്പിളാണ്, എന്നാൽ മനസ്സിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ദിവസമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സ്കൂളൊക്കെ തുറന്നിട്ടിപ്പോൾ 1 month ആയല്ലോ. അപ്പോൾ ഞാൻ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ പാരൻ്റ് ഓറിയൻറ്റേഷന് സ്കൂളിൽ പോയതാണ്. അത് കഴിഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. അപ്പോൾ എനിക്കിന്ന് കൺമണിക്കുട്ടിയുടെ സ്കൂളിലൊന്ന് പോകണം. പിന്നെ ഈ ക്ലാസ്സൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ അറിയാലോ, നമ്മളുടെ ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യലും അബാക്കസിൻ്റെ ക്ലാസ്, ഡാൻസ് ക്ലാസ്, അങ്ങനെ എല്ലാ ക്ലാസ്സും കൂടെ തുടങ്ങിയത് കാരണം ആകെ ഒരു തിരക്കായിപ്പോയി ഈ മാസം. അപ്പോൾ എനിക്ക്
അമ്മേനെ കൊണ്ടൊന്ന് പുറത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് അമ്മയുടെ ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. അപ്പോൾ എനിക്ക് അമ്മേനെ കൂട്ടി ഇന്നൊന്ന് ലഞ്ചിനൊന്ന് കൊണ്ടുപോകണം. പിന്നെ ഈവനിങ് ആകുമ്പോഴേക്കും ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. കൺമണിക്കുട്ടിയുടെ ഫേവററ്റ് പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന്. അപ്പോൾ നമുക്ക് കാണാം. ഇനി ഞാൻ നേരെ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, വാ. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറ്റുകയാണെങ്കിൽ എനിക്കൊന്ന് VP-നെ ഒന്ന് കാണണം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വൈസ് പ്രിൻസിപ്പൾ അല്ല ഈ പ്രാവശ്യം. ക്ലാസ് ടീച്ചറിനെ ഒന്ന് കാണണം എന്നുണ്ട്. കാരണം നമ്മൾ ഈ ക്ലാസ് ടൈമിൽ പോകുന്നതുകൊണ്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. സബ്ജക്ട് ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കാണണം എന്നുണ്ട്. അറിയില്ല, നോക്കാം. How are you? Good. All good. Thank you. Hello. Please come. ഇതാണ് കൺമണിക്കുട്ടിയുടെ വൈസ് പ്രിൻസിപ്പൽ രാഖി മാം. ഇപ്പോൾ ഇവിടെ ക്ലാസ് നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ. പക്ഷേ ഞാൻ നേരത്തെ ഒന്ന് ഇച്ചിരി പെർമിഷൻ ചോദിച്ചിരുന്നു, നേരത്തെ ഒന്ന് കൊണ്ടുപോകട്ടെ എന്ന്. മാം, താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ടൈം ടു മീറ്റ്. കൺമണിക്കുട്ടിയെ ഞാൻ ഡെയിലി കാണും. എന്നും ബ്രേക്ക് ടൈമിൽ ആ ഡോറ് തുറന്ന് ഇങ്ങനെ ഒന്ന് എത്തി നോക്കും. അപ്പോൾ കയറി വന്നിട്ട് അപ്പം ഞാൻ എന്നും ലഞ്ച് ബോക്സ് ഞാൻ കാണുന്നതാണ്, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാനൊരു ആസ് എ പേരൻറ്റ് ഐ ഹൈലി അപ്രീഷിയേറ്റ് യു ഫോർ taking the trouble of sending healthy food. You set an example. It makes a big difference. കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം. അതെ അതെ അതെ. ഇവിടെ എന്നോട് പറയും കൺമണി, അപ്പം ഞാൻ ഞെട്ടിപ്പോവും കൺമണി പറയുമ്പോഴേ. ഞാൻ ചോദിക്കും, എന്തിനാണ് രാഖി മാമിന്റെ റൂമിലോട്ട് പോണത്? അപ്പം അങ്ങനെയൊക്കെ പോവാ. ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾക്ക് എല്ലാ കിഡ്സിനും പോവാലോ. മൈ ഡോർസ് ഓൾവേസ് ഓപ്പൺ ടു ദം. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേത് നമ്മുടെയൊക്കെ സമയത്ത് പ്രിൻസിപ്പൾ എന്നൊക്കെ പറയാൻ നമുക്കൊരു പേടി. ഇവിടെ ഭയങ്കര ഫ്രീ ആണ് മൊത്തത്തില്. ഞാൻ മാമിനോട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്തും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം എന്നെ പല അഭിപ്രായങ്ങളും ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് മാമിനോട്. അപ്പോൾ ഇവിടെ പൊതുവേ നമുക്ക് 5th വരെ എക്സാം ഇല്ല. അത് JT സാറിന്റെ ഒരു തോട്ടാണ്. കാരണം സ്ട്രെസ് ഫ്രീ ആയിട്ട് കുട്ടികൾ വളരണമെന്നാണ്. പക്ഷെ ഞാൻ അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല. എനിവേ ചില പേരൻസിന് അങ്ങനെയായിരിക്കും. മറ്റ് സ്കൂൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, എല്ലാം ചെയ്യാനുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ വെനസ്ഡേ ബുക്ക്ലെസ് ഡേ എന്ന് പറഞ്ഞിട്ട് കൺമണി പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ട്യൂസ്ഡേ വൈകുന്നേരം ബുക്ക്ലെസ് ഡേ ആണോ? അപ്പൊ ഞാൻ വിചാരിക്കും, അല്ലേ തന്നെ എക്സാമും ഇല്ല, ഒന്നുമില്ല, സ്ട്രെസ് ഫ്രീ ആയിട്ട് പിള്ളേര് വളരുന്നേ. അതെന്താ അങ്ങനെ? ഈ പ്രായത്തിൽ അവർക്ക് എന്തിനാ സ്ട്രെസ് കൊടുക്കുന്ന അൺനെസസറി ആയിട്ട്? ഒരു എക്സാം എഴുതിയാൽ മാത്രമേ ലേണിംഗ് നടക്കൂ എന്നൊന്നും നിർബന്ധമില്ലല്ലോ. ലേണിംഗ് നടക്കാൻ പല ആക്ടിവിറ്റീസിലൂടെ പറ്റും. അപ്പോൾ ഈ KCH ഡേ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഡേ ആണ്. അല്ലാതെ കുട്ടികൾ വെറുതെ കളിച്ച് നടക്കുക, ഒന്നും ചെയ്യാതെ അല്ല. എല്ലാ സബ്ജക്റ്റിലും അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സും കുട്ടികൾക്ക് അതിനെക്കൊണ്ട് എന്ത് ലേണിംഗ് ആണ് കിട്ടുന്നത്, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമ്മുടെയും ഒരൊറ്റ മോട്ടീവ് മാത്രമേ ഉള്ളൂ, കുട്ടികൾ സ്കൂളിൽ വരുന്ന സന്തോഷിച്ചിട്ടായിരിക്കണം. എന്നും സ്കൂളിലേക്ക് വരണം എന്നുള്ള, രാവിലെ എഴുന്നേറ്റാൽ എനിക്ക് സ്കൂളിൽ ഇന്ന് പോയേ തീരൂ എന്നുള്ള ആ ഒരു ഫീലിംഗ് വരുത്താൻ ഒരു എൻവയൺമെൻറ്റ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഇയർ ഒരു വലിയ കൺസേൺ ആയിരുന്നു എഴുതുന്നില്ലെന്നുള്ളത്. സോ അത് നമ്മുടെ പ്രൈമറി ഫോക്കസ് ആണ് ഈ വർഷം കുട്ടികളെ കൊണ്ട്. യെസ് അപ്പോൾ അത് പക്ഷെ എഴുത്തും അവർക്ക് ഇങ്ങനെ ബോർഡിൽ കുറേ എഴുതിയിട്ടു ഇങ്ങനെ സെൻറ്റൻസസ് ആഫ്റ്റർ സെൻറ്റൻസ്, പേജസ് ആഫ്റ്റർ പേജസ് എഴുതുന്നതും കുട്ടികൾക്ക് അതൊരു ബോറാണ്. അപ്പോൾ പിന്നെ നമ്മൾ ക്രിയേറ്റീവായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അതാണ് ക്രിയേറ്റീവായിട്ട് അവരെ കൊണ്ട് എഴുതിക്കണം. സോ അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബൈ ഹാർട്ട് ഇപ്പം കമ്പയർ ചെയ്യുമ്പോഴത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായാൽ മതി അല്ലേ? ആള് അതായത് ഫ്രണ്ട്ലി ആണോ മാം? വളരെ നല്ല കുട്ടിയാണ്. ഇത്രയും നന്നായിട്ട് വളർത്തുന്ന ഒരമ്മ. ഐ തിങ്ക് എ ബിഗ് ക്രെഡിറ്റ് ഗോസ് ടു
ബോത്ത് യു ആൻഡ് യുവർ ഹസ്ബൻഡ്. ബിക്കോസ് നല്ല മോളാണ്, വെരി ക്രിയേറ്റീവ്, വെരി ടാലൻറ്റഡ്. കവിതയൊക്കെ ചൊല്ലുന്ന കേട്ട എന്താ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണല്ലോ. ഞാൻ ഇന്നൊന്ന് നേരത്തെ കൊണ്ടുപോകട്ടെ. ഞാൻ നിഷയോട് പറയാം. ഓക്കെ ദെൻ. നമ്മുടെ ഷിഷ്ടി മിസ്സിന് ഓർമ്മയുണ്ടോ? കൺമണിക്കുട്ടിയുടെ ഗ്രേഡ് 2 ക്ലാസ് ടീച്ചർ. അതെ, വെരി ഗുഡ് മാം, വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലാസ് നടക്കുകയാണ് അല്ലേ? ഒക്കെ ശരി. പക്ഷെ കൺമണി എങ്ങോട്ട് പോയാവോ? മാം, കൺമണി എങ്ങനെയുണ്ട്? ഞാൻ ഏതോ ഒരു ദിവസം കൺമണി അറിയോ, നമ്മുടെ മായ ചേച്ചീനെ അറിയോ, മീരാസ് മദർ. ഷീസ് വെരി ക്ലോസ്, വി ആർ വെരി ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കാഷ്വലി പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, കൺമണി എന്നൊരാളുണ്ടോ ഈ ക്ലാസ്സിൽ നിന്ന്? വേക്കെന്നും തലയൊക്കെ ചുറ്റി. ആൾക്ക് ഇഷ്ടമില്ല കൺമണി എന്ന് എല്ലാവരും വിളിക്കണത്. ശ്രദ്ധിക്കുന്നുണ്ടോ മാം ക്ലാസ്സിൽ? ഇപ്പൊ ആളാണ് ആദ്യം ചാടി പുറത്തേക്ക് വരുന്ന. ഇംഗ്ലീഷ് പീരീഡ് വേണം, ബാക്കി എല്ലാവരുടെ മുഖം അതിന്റെ. ഞാൻ ഇന്നലെ നോട്ട് കണ്ടിട്ട് ഞെട്ടിപ്പോയി. ദൈവമേ, പാരഗ്രാഫിന്റെ വലിപ്പമൊക്കെ കൂടി വരുവാണല്ലോ. They have to learn. ഡെഫിനറ്റ്ലി മാം. ഇത്രയും നാളെ പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നമായിരുന്നു. ഞാനത് രാജീവ് ബാബിനോട് പറഞ്ഞു. 2 ലൈൻ 3 ലൈൻ മാത്രം എഴുതിയാൽ പോരല്ലോ. That's what they also find it difficult. നടക്കട്ടെ. താങ്ക് യു. ഇതാണ് കേട്ടോ കൺമണിക്കുട്ടിയുടെ ക്ലാസ് ടീച്ചർ ദീപ മാം. മാം, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. 1 month ആയല്ലോ മാം. ഞാൻ നമ്മൾ ഓറിയന്റേഷന് കണ്ടതാ. അത് കാരണം എങ്ങനെയുണ്ട് എൻ്റെ കൊച്ചു? നന്നായി ഇരിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? ഷീസ് വെരി ഗുഡ്. ഐ മീൻ, ഒരു കാര്യം ഞാൻ പറയാൻ ലൈക്ക് ഞാൻ ഒബ്സർവ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നല്ല ഒബ്സർവേഷൻ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ടൈമിങ്സ് ഒക്കെ മാറിയോണ്ട് ഞാൻ കുട്ടികളുടെ ലഞ്ചൊക്കെ നോക്കും, ലൈക്ക് എന്താ കഴിക്കണേ, ഹെൽത്തി ആണോ ഇതാണോ. പക്ഷേ അതിൽ ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല ഇവരെൻ്റെയും ലഞ്ച് നോക്കേണ്ടത്. അപ്പോൾ ഓരോ ദിവസം കിയാറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, യു ആർ ഈറ്റിംഗ് വാട്ട്, ഇങ്ങനെ ചോദിച്ചു. നോക്കി പോയി. പിറ്റേ ദിവസവും പറഞ്ഞു. അപ്പോൾ എന്താ, അതിന് മുമ്പത്തെ ദിവസം പൊറോട്ടയായിരുന്നു. അതിൻ്റെ പിറ്റേത്തെ ദിവസം കൊത്തു പൊറോട്ടയാക്കി ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക, 2 days you have been having porota, is it healthy? So that's when I realized ki നമ്മൾ മാത്രമല്ല കുട്ടികൾ നമ്മുടെ ലഞ്ച്. സോ ഷീസ് വെരി ഒബ്സർവൻറ്റ്. പിന്നെ കൊടുത്ത കാര്യം ഷീ വിൽ ഡു ഇറ്റ്. അങ്ങനത്തെ ഒരു ഇതുണ്ട്. സോ ദാറ്റ്സ് വെരി. കൂട്ടുകാരെ പുതിയ ഇവിടെ എല്ലാ വർഷവും പിള്ളേരെ ഷഫ്ലി. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടെ മാത്രം അങ്ങ് ഒതുക്കി പോകും. പക്ഷെ അവർ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 12th ഒക്കെ ആകുമ്പോഴും അവർ ആ പഴയ ഗ്യാങ്ങിലാണ് എപ്പോഴും അവർ കംഫർട്ടബിളായിട്ട്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് അവരെ മിക്സ് ചെയ്ത് വിടണത്. മോള് എല്ലാവരുടെ കൂടെ. അതെ അതെ. ഇമ്പോസിഷൻ കൊടുക്കണം, ഹോംവർക്സ് കൊടുക്കണം, അതൊക്കെ ഇഷ്ടം പോലെ കൊടുത്തോളൂ. കാരണം ഞാൻ രാഖി മാമിനോട് ഞാനിപ്പോൾ താഴെ സംസാരിച്ചപ്പോൾ പറയായിരുന്നു, പൊതുവെ 5th വരെ ഇവിടെ എക്സാം ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ചെറിയൊരു ഉഴപ്പല് നമുക്ക് അവർക്ക് പേടിന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഇല്ല. അത്രയും എക്സാം ഇല്ലാത്തോണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു കൊല്ലം ഇച്ചിരി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. മംഗള ഒരുപാട് പേർക്ക് അറിയായിരിക്കും. മംഗള ഇവിടെ ചോയ്സ് സ്കൂളിലെ ഹൈസ്കൂൾ സെക്ഷൻ്റെ ടീച്ചറാണ്. ജൂലൈ 4th നമ്മൾ ഒരുപാട് നന്നായി ഡാൻസ് കളിക്കുന്നതും ട്രോമയുടെ കൂടെ അല്ലേ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ എനിക്ക് ആക്ച്വലി നല്ല പരിചയം, പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മംഗള എൻ്റെ അടുത്ത് പറയും, നമ്മൾ ഒരുമിച്ച് നോക്കി ഞങ്ങളൊരു വനിതാ കവറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചറാണിപ്പോൾ
എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഫിലിമീന്ന് ഇങ്ങോട്ട്? കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ മച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നല്ല റെസ്പോൺസിബിൾ ആണ്. ഐ ഹെഡ് എ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ. ഇവിടെ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിപ്പിക്കുന്നത്? ഞാനിപ്പോൾ 10th മാത്രമേ പഠിപ്പിക്കുള്ളൂ. സബ്ജക്ട് ഇക്കണോമിക്സ്. അപ്പോൾ കംപ്ലീറ്റ്ലി ആ ഫീൽഡിൽ നിന്ന് കംപ്ലീറ്റ്. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? ഇതെൻ്റെ 15th ഇയർ ആണ്. 15th ഇയർ ആണ് ചോയ്സ് സ്കൂളിൽ. ഇഷ്ടമാണ് അല്ലേ? തനിക്ക് ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു, എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണ് ടീച്ചിങ്. പൊതുവേ ഇഷ്ടമാണ്. പിന്നെ അമ്മ ഒരു ടീച്ചർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഉണ്ടെന്ന് വിചാരിക്കാം. അതായിരിക്കും. ഇനി ഉണ്ടാവുമോ കംബാക്ക് സിനിമയിലേക്ക്? ഞാൻ ആലോചിച്ചിട്ടില്ല, അതിനുള്ള ടൈമൊന്നും കിട്ടാറില്ല. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലാണ് മുക്ത ആൻഡ് കൺമണി ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അവയെ ചുമ്മാ ഇങ്ങനെ കണ്ടപ്പോൾ അല്ലെ, നമ്മളിങ്ങനെ പഴയ ചെയ്ത് കുറച്ച് പേരൊക്കെ എവിടെയാണെന്നൊക്കെ കുറേ പേർക്ക് അറിയില്ലല്ലോ. ഞാൻ അമ്മയിലെ മെമ്പറാണോ? അല്ല. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മ വരണത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് കേട്ടോ. തുടക്കത്തിലേ പറഞ്ഞില്ലേ ഇന്ന് അമ്മേനെയും കൊണ്ടൊന്ന് പുറത്തു പോകണമെന്ന്? അതെ, ഇന്ന് അമ്മക്കുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്മേനെയും കൊണ്ട് നേരെ ഇടപ്പള്ളി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി. ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഞങ്ങളിങ്ങനെ വെച്ച് നോക്കി സെലക്ട് ചെയ്ത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കുഞ്ഞുങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നേ. അങ്ങനെ പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് പിസ്സ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇന്ന് അമ്മയുടെ ദിവസമാണല്ലോ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വയറൊക്കെ നിറയെ ഭക്ഷണം കഴിച്ച് ഒരു കുട്ടി കേക്കും കട്ട് ചെയ്തു. അമ്മയ്ക്ക് അങ്ങനെ ഗ്രാൻഡായിട്ട് ഒരിക്കലും നമ്മുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. ഞങ്ങൾ 2 മക്കളും കൊച്ചുമക്കളും അടുത്ത് വേണം, പുറത്ത് എവിടെയെങ്കിലും പോയി ഒരു ലഞ്ചോ ഡിന്നറോ കഴിക്കണം. അതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പിറന്നാളെ ദിവസത്തിൽ. അപ്പോൾ അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. അമ്മേനെ അങ്ങനെ നല്ല ഹാപ്പി ആക്കിയിട്ടാണ് തിരിച്ച് ഞങ്ങൾ പോകുന്നത്. After a long time. But you never came. But I came now, right? Before. Now I came, right? This is for you. Thank you. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ മുഖം വളരെ ഫെമിലിയർ ആയിരിക്കും. ഇതാണ് അംജു, കൺമണിക്കുട്ടിയുടെ ടീച്ചറാണ് ഫ്രം ഇന്റർവൽ ട്യൂഷൻ. ലാസ്റ്റ് 4 years ആയിട്ട് ക്ലാസ് ആഫ്റ്റർ ക്ലാസ് ത്രൂ എ സ്ക്രീൻ കൺമണിക്കുട്ടീനെ ഓൺലൈനിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അംജു ആണ്. ഫാമിലിയുടെ കൂടെ എറണാകുളത്തേക്ക് വന്നതാണ്. അപ്പോൾ കുറച്ച് സമയം കൺമണിക്കുട്ടിയുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത്രയും നാളും അംജുവിൻ്റെ വോയിസ്, ഹെർ സ്മൈൽ, അതിലെല്ലാം ഉപരി അംജു എൻ്റെ മോൾക്ക് ഈ 4 കൊല്ലം തന്ന ഒരു സപ്പോർട്ട് ഒരു ലാപ്ടോപ്പ് സ്ക്രീനിലൂടെ മാത്രമാണ് അത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ അതേ നേരിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അംജു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിലുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് ഇങ്ങനെ കാണുന്നത് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഓൺലൈനിലൂടെ മാത്രമാണല്ലോ ഇത്രയും നാളും പഠിച്ചത്. അപ്പോൾ ആളെ അടുത്ത് കിട്ടിയപ്പോഴേക്കും മോള് വേഗം ആ ഡൗട്ട്സ് ഒക്കെ ഉള്ളതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അംജുവിൻ്റെ അടുത്തിരുന്ന്. Human-made features such as cities, towns, and roads. Maps show the locations of oceans, continents, countries, states, and cities. Without maps, we would not have known that our country looks like a map. You have to write a number. Yes, you need to write a number. 473. Yes. So, that is the reminder. This is the quotient. 5 into what gives 10?
Just think 5 stable. Yes. Very good. Very good. Very good. 0. Yes. So what's the reminder you have got? This is the reminder, Ah. and this is the quotient, and this is the device. Good girl. Good girl. Kammo. Very good. ഇഷ്ടപ്പെട്ട ഫ്ലാറ്റ് ഓ നന്നായിട്ടുണ്ട്. പഠിപ്പിക്കുന്ന സ്ഥലമൊക്കെ നമ്മളിങ്ങനെ സ്ക്രീനിലല്ലേ ശരിക്കും നല്ല ഭംഗിയുണ്ട്, മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. വെൽ മെയിൻറ്റെയിൻഡ് ആയതുകൊണ്ട് അത് കാണാനുണ്ട് ശരിക്കും. നന്നായി. എങ്ങനെ ഇന്റർവെല്ലിലേക്ക് ജോയിൻ ആയത്? ഈ വെല്ലിന്റെ കാര്യം അംജു കൺമണിക്കുട്ടി 10ാം അളവ് ചെയ്യുന്ന സമയത്തെ കുറച്ച് ഡേറ്റ്സ് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷൻ, എന്താ ചെയ്യാ, എന്താ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്കത് മിസ്സാക്കാനും പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ടാണ് ഏട്ടൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒന്ന് ഓൺലൈൻ ട്യൂഷൻ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നല്ല എന്തെങ്കിലും നമുക്ക് അധികം ഓൺലൈൻ എന്ന് പറയുമ്പോ ഒരു ടെൻഷൻ ആണല്ലോ അല്ലെ. നമുക്ക് ഇങ്ങനെ പുറത്തൊക്കെ വിട്ട് എനിക്ക് വിടാനും പറ്റില്ല. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോ അങ്ങനെയൊന്നും വിടാനും പറ്റത്തില്ലല്ലോ. ഞാൻ കുറേ പേരുടെ അടുത്ത് ചോദിച്ചു, അന്വേഷിച്ചു. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു അസസ്മെന്റ് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു. അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഓക്കെ ശരി എന്നാ അങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്ക് അറിയില്ലല്ലോ അസസ്മെന്റ് ടെസ്റ്റ് എന്താണെന്നൊന്നും. പക്ഷെ അത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണല്ലോ ആ ഒരു കൊച്ചിന്റെ കാലിബർ എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവളുടെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചു. ആയിഷ മാം ആയിരുന്നു ഫസ്റ്റ്. ആയിഷ മാം ആയിരുന്നു. അങ്ങനെ നമ്മൾ അസസ്മെന്റ് ടെസ്റ്റിലൂടെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് ലിറ്റിൽ ജീനി ആണല്ലോ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തത്. ലിറ്റിൽ ജീനി എനിക്ക് നല്ല കൺമണിക്കുട്ടിക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു കോഴ്സായിരുന്നു കേട്ടോ. കാരണം 1 to 7-8 ഇയേഴ്സ് വരെ ചെയ്യുന്ന ഒരു കോഴ്സായിരുന്നു ലിറ്റിൽ ജീനി. അപ്പൊ അവൾക്ക് അത് ആ ബേസ് കിട്ടിയതുകൊണ്ട് റീഡിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും എനിക്കൊരു 1 വീക്ക് ആയപ്പോഴേക്കും ആ ഒരു ചേഞ്ച് ശരിക്കും മനസ്സിലായി കേട്ടോ. അവള് ഭയങ്കര മിടുക്കിയായിട്ട് ആ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അത് ടീച്ചേഴ്സിന്റെ ആ ഒരു ഇന്ററാക്ഷൻ ഒട്ടും ബോറടിപ്പിക്കാണ്ട് ക്ലാസ് എടുക്കുന്നു. പൊതുവേ ഓൺലൈൻ ട്യൂഷൻ കുട്ടിക്ക് ബോറിംഗ് ആണ്. പക്ഷെ കൺമണിക്കുട്ടി അത് ഭയങ്കരമായിട്ട് അവൾക്ക് ആ ഒരു 1 വീക്കിൽ തന്നെ നല്ലൊരു റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ ഒരു 2 കൊല്ലം എവിടേക്കാണ് അംജു വന്നത്. അപ്പം അംജു വന്നു കഴിഞ്ഞപ്പോ എന്താ എനിക്ക് ആദ്യമേ സത്യം പറഞ്ഞു എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ഇവരോട് ചോദിക്കുന്നത് എനിക്ക് നല്ല ടീച്ചറിനെ തന്നെ തരുന്ന കാരണം ആയിച്ച. അപ്പൊ അംജു വന്നു കഴിഞ്ഞപ്പോ അത് ഇരുത്തിക്കൊണ്ട് ഞാൻ പൊക്കി പറയല്ല. ഇവരുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് അംജുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓക്കെ ആയി. ഒരു 1 വീക്കിൽ നമ്മൾ സെറ്റായി. എനിക്ക് ഇപ്പൊ എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യവും അക്കാഡമിക് ഇയർ ആകുമ്പോൾ നമ്മള് പറയുന്നത് ഇന്റർവെല്ലിന്റെ കാര്യം. പ്രത്യേകിച്ച് ഈ ഇന്റർവെല്ലിൽ തന്നെ കുറെ കോഴ്സസ് അവൈലബിൾ ആണ്. അതായത് പ്രീ കെ ജിക്ക് ആണെങ്കിൽ പ്രീ കെ ജി കോഴ്സ് ഉണ്ട്, LKG UKG പ്രീ കെ ജി ഉണ്ട്, ലിറ്റിൽ ജീനി. പിന്നെ നമ്മൾ ക്ലാസ് റൂം കോഴ്സ് ഞങ്ങളിപ്പോ ചെയ്യുന്നത് ക്ലാസ് റൂം കോഴ്സാണ്. അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കുറെ കോഴ്സസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും എവിടെ ചെന്നാലും എനിക്ക് എൻ്റെ അടുത്ത് ചോദിക്കുന്ന പേരൻസിനോട് ഞാൻ പറയാം, ഒരു ഗ്രേഡ് 1 തൊട്ടിട്ട് ഒരു 5 വരെ നമുക്ക് കുട്ടികൾക്ക് ആ ഒരു ബേസ് കൊടുക്കാൻ പറ്റണം. പ്രത്യേകിച്ച് വർക്കിംഗ് പേരൻസ് ആണെങ്കിൽ അവർക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് അറിവുള്ള അല്ലേ ടീച്ചേഴ്സിന്റെ ഒരു സപ്പോർട്ട് നമ്മുടെ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് അത് 1 to 1 കൂടെ ആവുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അപ്പൊ എനിക്ക് ഇന്റർവെല്ലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം 1 to 1 ആണ്. കൺമണിക്ക് ഇപ്പോ അതായത് അവൾക്ക് ഒന്ന് മൂഡ് ഔട്ട് ആയാലും അംജു അതെല്ലാം ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അതൊക്കെ ഒരു വലിയൊരു കഥയായിരുന്നു. അതന്നെ ECPC കോഴ്സിലൂടെയാണ് എത്തിയത്. ഒന്ന് പറഞ്ഞു കൊടുക്കുക. അത് കാരണം കുറേ
കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ട് പഠിച്ച് വീട്ടിലിരിക്കുന്ന കുറേ പേര് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഞാൻ ഒരു മോണ്ടിസോറി കോഴ്സ് തിരഞ്ഞ് ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഓൺലൈൻ ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇത് വേണ്ട, ഓൺലൈൻ കോഴ്സല്ലേ, വെറുതെ വേസ്റ്റ് ഓഫ് മണി. പക്ഷേ ശരിക്കും പറയട്ടെ, നല്ല അടിപൊളി ഫാക്കൽറ്റി ആയിരുന്നു എനിക്ക്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് നല്ലൊരു കോഴ്സ്, ആ ഒരു 6 month ക്ലാസ്സും 6 month ഇൻറ്റേൺഷിപ്പും ആയിട്ടൊക്കെ ആയിരുന്നു. 1 year കോഴ്സാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ട്രെയിനിങ് സെഷൻ ഉണ്ടാവും, ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. പിന്നെ ഏറ്റവും ഇതായിട്ട് ഞാൻ ഇപ്പോൾ കുറച്ചായല്ലോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് നമ്മളൊക്കെ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാം. ഭയങ്കര കംഫർട്ടബിളാണ്, വർക്ക് ഫ്രം ഹോം ആണ്. പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് ഇൻഡിപെൻഡൻ്റ് ആവാന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പൊ ശരിക്കും നല്ല കോഴ്സാണ്, നല്ല എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇന്റർവെല്ലിലുണ്ടല്ലോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം കോഴ്സാണ്. അപ്പം ഞാൻ അംജുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സ്കൂളിൽ എങ്ങനെയാണോ പോകുന്നത് അത് പാരലലി അത് കംപ്ലീറ്റ് ചെയ്ത് പോകണമെന്നാണ്. ഞങ്ങൾക്ക് വാഗ് വരും. അപ്പം ആ വാഗ് കറക്റ്റായിട്ട് അംജു എനിക്കത് ഫിനിഷ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഒരുപാട് പാക്കേജസ് ഇന്റർവെല്ലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ കുട്ടി മാത്തിനാണ് വീക്കെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ടീച്ചേഴ്സ് പഠിപ്പിക്കും. അപ്പോൾ അത് ഇന്റർവെല്ലിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവിടെ നിന്നൊരു ഹെൽപ്പ് നിങ്ങളുടെ കുട്ടിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താ അമ്മോ ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, മാമിന് കൊടുക്കാനാണോ? എന്താ ഉണ്ടാക്കിയേക്കണേ? ഒരു കാർഡ് മാമിന്. പുള്ളിന്റെ പരിപാടിയാണ്, പുള്ളിന്റെ പരിപാടിയാണ്. ഇങ്ങനെയാ? ഇതെന്താ? That's so sweet. Thank you. നല്ലുണ്ട്. I like your class so much. You like my class? That's so sweet of you. Very nice, very nice. Okay, നല്ലുണ്ട്. ഇപ്പൊ ചെയ്താ? ഇപ്പൊ അവിടെ ഇരുന്ന് Very nice, ചെയ്തത്. നല്ലുണ്ട്. ഞാൻ എങ്ങനെയാണോ കൺമണീനെ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് അംജു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനല് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ ഒരു 4 years ആയിട്ട് ഇന്റർവെല്ലിന്റെ കൂടെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേടാ. അപ്പം എത്രയോ ക്ലാസ്സസ് നമ്മൾ കാണിച്ചിരിക്കുന്നു. എന്നാലും എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരും അംജു. എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജസ് വരും, അക്കാഡമിക് ഇയർ ആകുമ്പോഴേക്കും നല്ല ക്ലാസ്സസ് ആണോ, നിങ്ങൾ ഓക്കെ ആയിട്ടാണോ പോകുന്നത്. കൺമണിക്കുട്ടി എത്രത്തോളം ഹാപ്പിയാണ് ഇന്റർവെല്ലിന്റെ ക്ലാസ്സിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും വേറൊരു ട്യൂഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ഇനി പറ്റില്ല അല്ലെ. അഞ്ജുവിനെ വിട്ടിട്ടുള്ള ഒരു പരിപാടി കൺമണിക്കില്ല, അത് വേറെ കാര്യം. ഇപ്പൊ ഞാനൊരു കാര്യം പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ കൺമണി പറയും ഇല്ല അംജു മാമിന്റെ ക്ലാസ്സിൽ ഇരുന്നോളാം. അപ്പൊ ഇച്ചിരി ഉഴപ്പാലോ. അംജു ആളുടെ താളത്തിനൊത്തൊക്കെ നോക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്, ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഞാനും കൺമണിയും വളരെ ഹാപ്പിയാണ് ഇന്റർവെൽ ടീമിൽ അല്ലേ. അതെ, താങ്ക് യു സോ മച്ച്. ശരിക്കും ഞങ്ങളുടെ ഈ ഒരു 4 കൊല്ലത്തെ ഈ ഒരു അക്കാഡമിക് ജേർണിയിൽ ഞങ്ങളുടെ കൂടെ കൺമണിക്കുട്ടിക്ക് അത്രത്തോളം സപ്പോർട്ടായിട്ടാണ് ഇന്റർവെൽ ടീം നിന്നത്. അപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് എൻ്റെ മോൾക്ക് ഞാൻ കാണുന്നുണ്ട് പേഴ്സണലി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് അംജു. ഇത് നമ്മൾ കുറേ നാളായിട്ട് മീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച ഫൈനലി അങ്ങനെ വന്നു. എപ്പോഴും അറിയുന്ന കാര്യ. അതെ, കാണണം എപ്പോഴും പറയുന്ന കാര്യം. അപ്പൊ എനിവേസ് താങ്ക് യു അംജു. പറയാ ഇന്റർവെൽ ടീമിനോടും കൂടെ പറയാ ചെന്നിട്ട് ഞങ്ങള് വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്റർവെല്ലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്ത ആഴ്ച കൺമണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. വളരെ സർപ്രൈസ് ആയിപ്പോയി. ഒരു കുട്ടി കേക്കൊക്കെ ആയിട്ടാണ് കേട്ടോ അംജു വന്നത്. ഒത്തിരി സന്തോഷം കേട്ടോ.
ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നിങ്ങൾക്കും ഈ ഒരു ദിവസം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ.